വെടിനിർത്തൽ ചർച്ചയ്ക്കിടയിലും യമന്റെ ആക്രമണത്തിന് കുറവൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കാര്യം പറയുന്നത്, ഒരാഴ്ചയായി യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അവസാനഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഖത്തറിൽ ആരംഭിച്ചത്. ഏറെക്കുറെ പരസ്പരം ധാരണയായതിന് ശേഷം ഒരു പ്രഖ്യാപനം കൂടി ഖത്തറിൽ നിന്നുണ്ടായി. വരാൻ പോകുന്ന ഞായറാഴ്ച, അതായത് ഇന്നത്തെ ദിവസം ഇത് പ്രാബല്യത്തിൽ വരുമെന്ന്. അത് 3 ദിവസം മുമ്പാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഏറെക്കുറെ ഇസ്രായേൽ അംഗീകരിച്ച പാർലമെന്റിൽ അതിന് യുദ്ധ ക്യാബിനറ്റിന്റെ ഒരു അംഗീകാരം കിട്ടുന്നതോടുകൂടി പൂർണ്ണമാവുന്ന ഒരു കരാർ വ്യവസ്ഥയാണ് അവരുണ്ടാക്കിയത്. പക്ഷെ അതിനിടയിലും ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിച്ചു കൊണ്ടേയിരുന്നു. ഈ 3 ദിവസത്തെ കാലാവധിക്കിടയിൽ ഏകദേശം 100-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഫലസ്തീന്റെ അതോറിറ്റി തന്നെ ഔദ്യോഗികപരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കരാർ വ്യവസ്ഥ പാലിക്കുന്നതിന് മുൻപ് അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഈ പ്രവൃത്തി ചെയ്തത്. ഈ പ്രവൃത്തി ചെയ്യുന്നതോടനുബന്ധിച്ച് യമനിൽ നിന്ന് ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം ഇസ്രായേലിന് നേരെയും ഉണ്ടായി. അഷ്കലോൺ നഗരം ലക്ഷ്യമാക്കിയിട്ടും ഇസ്രായേലിന്റെ എയർപോർട്ട് ലക്ഷ്യമാക്കിയിട്ടുമാണ് വലിയ രീതിയിൽ ആക്രമണം. പിന്നീട് തലസ്ഥാന നഗരമായിരിക്കുന്ന തെൽ അവീവിനെ ലക്ഷ്യമാക്കിയിട്ടും മിസൈൽ ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. മരണങ്ങൾ സാധാരണഗതിയിൽ അവിടെ നിന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വരാറില്ല. സുരക്ഷിതക്കായി ഈ പറയപ്പെട്ട കാലാവധിക്കുള്ളിൽ ഇസ്രായേലി ജനങ്ങൾ പരസ്പരം ഓടി മറിയുന്നത് കാണാൻ വേണ്ടി സാധിച്ചു എന്ന് സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോം വീഡിയോ സഹിതം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അവർ പറയുന്നു, ഒരു ഭാഗത്ത് കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പുരോഗതിക്കുന്നതിനിടയിലും ഇവിടെ ശക്തമായിരിക്കുന്ന യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെന്തുകൊണ്ട് ലോകം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വരുന്ന കാര്യം, യഥാർത്ഥത്തിൽ പലസ്തീനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ശത്രു പലസ്തീൻ മാത്രമല്ല, യമൻ ശത്രുവാണ്, ലബനാൻ ശത്രുവാണ്, ഇറാൻ ശത്രുവാണ്. ഈ വിഷയത്തിലും ഒരു തീർപ്പുണ്ടാക്കേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലാണ്. എന്നാൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പുരോഗതി ഉണ്ടാകുന്നതിനിടയിൽ എന്തിനാണ് യമൻ ആക്രമിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിന് യമന്റെ ഭാഗത്തുള്ള മറുപടി, എന്തിനാണ് ഈ ചർച്ചയ്ക്കിടയിൽ ഇസ്രായേൽ പലസ്തീൻ ആക്രമിക്കുന്നത്? ഏറെക്കുറെ ശാന്തമായതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമമല്ലേ നടത്തേണ്ടത്? അതിനവർ പറയുന്ന മറുപടി, ഇവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്, ഈ 3 കാലയളവിനിടയിൽ ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു അവസാനവട്ട ശ്രമം കൂടി ഇസ്രായേൽ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് വലിയ ആക്രമണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ട് അവിടെ നിന്ന് ബന്ദിമോചനം ഉണ്ടാവുകയാണെങ്കിൽ അഭിമാനത്തോടു കൂടി ഈ കരാർ പത്രത്തിൽ ഒപ്പുവെക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. 8 ബന്ദികളെയാണ് ഇസ്രായേൽ ഈ കാലയളവിനിടയിൽ മോചിപ്പിച്ചത് എന്ന് പറയുന്നു. ആ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റു 3 ബന്ദികൾ വെടിയേറ്റ് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മോചനം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ഒരു മോചനമായിട്ട് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. കരാർ വ്യവസ്ഥ പ്രകാരമല്ലാതെ പലസ്തീനികളെ ആയുധം കൊണ്ട് കീഴടക്കി അവരെ മോചിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആയുധമല്ല പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരം, രാഷ്ട്രീയ പരിഹാരങ്ങൾ വേണം. അതല്ലാത്ത രീതിയിൽ സൈനിക പരിഹാരം കൊണ്ട് ഈ വിഷയം അവസാനിക്കുമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ അവസാനിക്കേണ്ടതാണ്. ഹമാസ് എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗം അതിനെ ഇല്ലാതാക്കിയാലും അവിടെ വിഷയം അവസാനിക്കുന്നില്ല. പകരം പ്രതിരോധ സംവിധാനമായി മറ്റൊരു പേരിൽ മറ്റൊരു വിഭാഗം അവിടെ ഉയർന്നു വരും. ഹമാസ് മാത്രമല്ല, ഇതുപോലെ സായുധ സംഘങ്ങളായിരിക്കുന്ന 3-ലധികം സംഘവിഭാഗങ്ങൾ ഇപ്പോഴും ഗസയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവരുടെ ഭാഗത്തുനിന്നും ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവാറുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ ഇടയിൽ അതുമായി ബന്ധപ്പെട്ട് അൽ ജസീറ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. നമ്മൾ കാണുന്ന ഹമാസ് അല്ലാത്ത രീതിയിലുള്ള വിഭാഗങ്ങളും ആയുധ സംവിധാനത്തോട് കൂടിയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന രീതികളൊക്കെ പല ഘട്ടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഒരു സംഘം ഇല്ലാതായാൽ അടുത്ത സംഘങ്ങൾ ഉണ്ടാവും എന്നതിനാൽ ആയുധപരമായിരിക്കുന്ന ഒരു അക്രമം കൊണ്ട് ഈ വിഭാഗത്തെ ഫലസ്തീനുകളെ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല. അതിന് രാഷ്ട്രീയമായിരിക്കുന്ന പരിഹാരം വേണമെന്ന് ഞാൻ അവരെ ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പത്ര റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അഭിമുഖത്തിൽ പറയുന്നത്. പക്ഷേ അതവർ നിരാകരിച്ചു. അവർക്ക് തീർച്ചയായിട്ടും ഈ വിഭാഗത്തെ ഫലസ്തീനിൽ തങ്ങൾക്കെതിരെ പോരാടുന്ന വിഭാഗത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതിനുള്ള ആയുധ തന്ത്രപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഞങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് അവർ അഹങ്കരിച്ചു.
അവർക്ക് വലിയ രീതിയിലുള്ള പരാജയമുണ്ടായി. യഥാർത്ഥത്തിൽ 250ഓളം ആളുകളാണ് അന്ന് തട്ടിക്കൊണ്ടുപോയത്. 1100ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. എന്നാൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ കാണാതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം ഇസ്രായേൽ സൈന്യം തുടങ്ങിയിരുന്നു. പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതിനൊരു പൂർത്തീകരണം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ മുറിവേറ്റതും മരണപ്പെട്ടതും കാണാതായതും സാമ്പത്തിക നഷ്ടവും യഥാർത്ഥത്തിൽ കൂട്ടിക്കീക്കാൻ പറ്റാത്ത വിധം വലിയ രീതിയിലുള്ള അടിത്തറ തകർച്ചയാണ് ഇസ്രായേൽ ഉണ്ടായത്. അതിനപ്പുറമായ രീതിയിൽ ഇസ്രായേലിനെ പറ്റി പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആ രാജ്യത്തിലെ ജനങ്ങൾ സർക്കാരിൽ നിന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജീവരക്ഷാർത്ഥം മറ്റു രാജ്യത്തിലേക്ക് അഭയം തേടി പോകുന്ന ജൂത വിഭാഗത്തിന്റെ എണ്ണം മുൻകാലങ്ങളിൽ നിന്ന് 300% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന വിഷയം യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഇപ്പോഴും തീർപ്പായിട്ടില്ല. പലസ്തീനെ ഇസ്രായേൽ ആക്രമിക്കുന്നതോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ യമന്റെ ഭാഗത്ത് ഉണ്ടായത് വലിയ രീതിയിൽ മുറിപ്പാടുണ്ടാക്കുന്നതാണ്. കാരണം അവിടെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ യമൻ ആക്രമിക്കാറുള്ളത്. ബെംഗൂരിയൻ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന എയർപോർട്ടാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ഈ നേതാക്കൾ ഉപയോഗിക്കുന്ന എയർപോർട്ടും ഈ ബെംഗൂരിയൻ എയർപോർട്ടാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യമന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ തലസ്ഥാന നഗരിയായ ടെല്ലവീവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വലിയ സൈനിക മേഖലയായിരിക്കുന്ന അഷ്കലോണെ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവ്വ മേഖലയും കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമത്തെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം ഇസ്രായേൽ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അവരുടെ പ്രൗഢമായിരിക്കുന്ന തന്ത്രങ്ങളൊന്നും യഥാർത്ഥത്തിൽ വിലപ്പോവാത്ത വർഷമായി 2023 ഒക്ടോബർ 7 ചരിത്രം വിലയിരുത്തിയാണ്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി പോലും യഥാർത്ഥത്തിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ച കാര്യമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ പുനർനിർമ്മാണം പോലും വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഏതായിരുന്നാലും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമുള്ള രാഷ്ട്രീയപരമായിരിക്കുന്ന നീക്കുപോക്കുകൾ ഏത് തരത്തിലാണ് എന്ന് ലോകം ആകാംക്ഷയോട് നോക്കുകയാണ്. അതോടൊപ്പം എന്തായിരിക്കും ഇനി ഈ ഇസ്രായേലിനെതിരെ പോരാടുന്ന സൈനിക വിഭാഗത്തിന്റെ യമൻ അടക്കമുള്ള രാജ്യത്തിന്റെ നിലപാട് എന്ന കാര്യം കൗതുകത്തോടുകൂടി ലോകം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്.